നമസ്കാരം. ആഗോളതലത്തിൽ ഭീമന്മാരായിട്ടുള്ള മൈക്രോസോഫ്റ്റ് ഒന്ന് പണിമുടക്കിയപ്പോൾ സകലതും താളം തെറ്റി. ബാങ്കിങ്, നമ്മുടെ വിമാനത്താവളങ്ങൾ അല്ലെങ്കിൽ എയർ സർവീസുകൾ, ബാങ്കിങ് മേഖല ഉൾപ്പെടെയുള്ള സകലതും താളം തെറ്റി. മാധ്യമ സ്ഥാപനങ്ങളെല്ലാം നിലവിളിയോട് നിലവിളിയാണ്. ഇതുവരെ റെഡിയായിട്ടില്ല. അവരുടെ ആന്റി വൈറസ് ആയിട്ടുള്ള ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന പുതിയ സംവിധാനത്തിന്റെ അപ്ഡേഷൻ വന്നതോടുകൂടിയാണ് മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് മൊത്തത്തിൽ താളം തെറ്റിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിമാന സർവീസിനെയും ബാങ്കിങ് സെക്ടറുകളെയും മറ്റ് നമ്മുടെ ബിസിനസ് മേഖല, IT മേഖലയെല്ലാം ഇത് കാര്യമായി ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പക്ഷെ പറഞ്ഞു വന്നതല്ല, അത്രയും വലിയൊരു ഞെട്ടലിൽ ലോകം നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അത്രയും വലിയൊരു പണിമുടക്കിൽ ലോകം ഒന്ന് സ്തംഭിച്ചപ്പോൾ, അവിടെയും നമ്മുടെ കേരളം ഒന്ന് വെറൈറ്റി ആയിരിക്കുകയാണ്. ആ മൈക്രോസോഫ്റ്റ് പണിമുടക്കിയപ്പോൾ കേരളത്തിൽ ഒരു ചുക്ക് സംഭവിച്ചില്ലെന്നേ. ഇവിടെ കേരളത്തിലെ ഈ ഭീമന്മാരായിട്ടുള്ളവർക്കല്ല, നമ്മുടെ സർക്കാർ മേഖലയിലെ പല ഓഫീസുകൾക്കും ഒപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങളെയും മൈക്രോസോഫ്റ്റിന്റെ ഈ പണിമുടക്ക് ഒരു ചുക്കും വരുത്തിയില്ല. കാര്യം എന്തെന്നല്ലേ, നമ്മൾ ഇവിടെ ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ആഗോള ഭീമന്മാരെന്ന് പറഞ്ഞാൽ പണ്ടേ നമുക്കൊരു പുച്ഛമാണല്ലോ. ആ പുച്ഛം നമ്മൾ കാട്ടിയതിന്റെ ഗുണമുണ്ടായിട്ടുണ്ട്. ലിൻഡെക്സിന്റെ ഉബുണ്ടു എന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് നമ്മൾ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പല സർക്കാർ ഓഫീസുകളിലും ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് വിൻഡോസ് ഒന്ന് പണിമുടക്കിയപ്പോൾ, സാധാരണഗതിയിൽ തൊഴിലാളികൾ പണിമുടക്കിയാലേ നമ്മുടെ നാട്ടിൽ വലിയ വിവാദമാകുള്ളൂ. ഇതിപ്പോ ആഗോള ഭീമൻ മുതലാളിയായിട്ടുള്ള വിൻഡോസ് ഒന്ന് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എന്ന് പണിമുടക്കിയാൽ എല്ലാ സ്തംഭിക്കും. നമ്മുടെ നാട്ടിലുള്ളവർ അത് സഹിഷ്ണുതയോടുകൂടി അംഗീകരിക്കും. തൊഴിലാളികൾ പണിമുടക്കിയാൽ മാത്രമേ അവർക്ക് വല്ലാത്ത വിറയലുണ്ടാകൂ. ഇതാകുമ്പോഴത്തേക്കും അങ്ങ് മര്യാദയ്ക്ക് മുതലാളിയല്ലേ പണിമുടക്കിയത്, നമുക്ക് എന്ത് ചെയ്യാം, അതിനോടൊത്തൊന്ന് സമരസപ്പെട്ടു പോകാം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോ ആ വിവരം പുറത്തു വന്നത് വ്യവസായ മന്ത്രിയായിട്ടുള്ള P. രാജീവ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഇന്നലെയും ഇന്നുമായി ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയമാണ് മൈക്രോസോഫ്റ്റ് പ്രവർത്തനരഹിതമായ കാര്യം. ലോകമാകെ സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിശ്ചലമാവുകയും വിമാനങ്ങൾ ഉൾപ്പെടെ റദ്ദു ചെയ്യുകയും ചെയ്ത പ്രശ്നം പക്ഷേ കേരളത്തിന്റെ പൊതുമേഖലയെ ബാധിച്ചിട്ടേയില്ല. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയ ഉബുണ്ടു ആണ് കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളിലെ കമ്പ്യൂട്ടറുകളിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നതുകൊണ്ട് ലോകമാകെ വലിയ നഷ്ടം സൃഷ്ടിച്ച മൈക്രോസോഫ്റ്റിന്റെ തകരാർ കേരളത്തെ ബാധിക്കാതിരുന്നത്. കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ ദൈനംദിനം പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ സ്വതന്ത്ര സോഫ്റ്റ്വെയറിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നവയാണ്. 2006 അധികാരത്തിലേറിയ ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ 2007 കൊണ്ടുവന്ന IT നയമാണ് ഈ മാറ്റത്തിന് ശക്തമായ അടിത്തറ പാകിയത്. 2008 SSLC IT പ്രാക്ടിക്കൽ പരീക്ഷ നമ്മൾ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നടത്തിയത് വലിയ മുന്നേറ്റത്തിലെ ആദ്യ പടിയായി മാറി. ആ സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ 3 വർഷത്തെ കർമ്മ പദ്ധതിയിലൂടെ ഘട്ടം ഘട്ടമായി സർക്കാർ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിൽ കൊണ്ടുവന്ന മാറ്റമാണ് ഇപ്പോൾ നമുക്ക് കൈത്താങ്ങായി മാറിയത്. ഒപ്പം ഈ മാറ്റത്തിലൂടെ വലിയ ലാഭവും കേരളത്തിനുണ്ടായിട്ടുണ്ട്. ഡിജിറ്റൽ ഡിവൈസ് ഉണ്ടാക്കാൻ പാടില്ലെന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിന്ന് ഫോൺ വരെ എത്തി നിൽക്കുന്നു. നമുക്ക് അഭിമാനത്തോടെ പറയാം, നാം എപ്പോഴും രാജ്യത്ത് ഒരു മുഴം മുന്നിലാണ് സഞ്ചരിക്കുന്നതെന്ന്. ഇതാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതെ, മന്ത്രിയുടെ അവസാന വാചകം നമ്മൾ കടമെടുക്കുകയാണ്. അതെ, രാജ്യത്ത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെക്കാൾ നമ്മൾ ഒരു മുഴം മുന്നിലാണ്. കാര്യം ഇങ്ങനെ 2006 വന്ന VS സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്ന് IT മേഖലയിലെ നയം മാറ്റിയതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇങ്ങനെ ഉബുണ്ടു സോഫ്റ്റ്വെയർ നമ്മുടെ നാട്ടിലെ പൊതുമേഖലകളിൽ മുഴുവൻ ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. അത് മൈക്രോസോഫ്റ്റ് എന്ന ആഗോള ഭീമൻ പണിമുടക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ലോകം നിശ്ചലമായി അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന സന്ദർഭത്തിലാണ് കേരളത്തിൽ ആശുപത്രി, സ്കൂളുകൾ അല്ലെങ്കിൽ സർക്കാർ ഓഫീസ് സംവിധാനങ്ങളൊന്നും നിശ്ചലമാകാതെ വളരെ സക്സസ് ആയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം പലയിടങ്ങളിലും പ്രവർത്തനങ്ങൾ നിശ്ചലമായപ്പോൾ കേരളത്തിലെ ഒരു പ്രവർത്തനത്തെയും ബാധിച്ചില്ല. ഉബുണ്ടു സോഫ്റ്റ്വെയർ എന്ന സ്വതന്ത്ര സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ മാറിയത് നമ്മുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കി. അതായത് ഈ ആഗോള ഭീമന്മാരെന്ന് പറഞ്ഞാൽ പണ്ടേ നമുക്കൊരു പുച്ഛമുള്ള കേസാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇപ്പോ നമ്മൾ തന്നെ ഈ നാട്ടിൽ നോക്കിയാൽ ആഗോള ഭീമന്മാരായിട്ടുള്ള പല ഇന്റർനെറ്റ് സേവന ദാതാക്കളെയും വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ സ്വന്തം ഇന്റർനെറ്റ് കൊണ്ടുവന്നൊരു കാലമാണ് ഫോൺ എന്നുള്ളത്. അത് ഈ നാട്ടിൽ മുഴുവൻ വ്യാപിക്കുന്നതോടുകൂടി ആഗോള ഭീമൻ എവിടെയെങ്കിലും പണിമുടക്കിയാലും കേരളത്തിൽ ഒരു ചുക്ക് സംഭവിക്കില്ലെന്നേ. അതാണ് കേരളം. എവിടെയും എപ്പോഴും ഒരു വെറൈറ്റി ഈ നാടിനുണ്ട് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. മൈക്രോസോഫ്റ്റ് പണിമുടക്കി ഇത്രയും വലിയ വാർത്തയാകുമ്പോഴും കേരളത്തിൽ ഇങ്ങനെ ഒരു നിശ്ചലാവസ്ഥ ഉണ്ടായില്ലെന്നുള്ള കാര്യം ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണില്ല. കാര്യം അതൊന്നും അറിയാൻ പാടില്ലല്ലോ. നമ്മൾ എപ്പോഴും വമ്പന്മാരോടെയും ഭീമന്മാരോടൊപ്പം മാത്രം നിൽക്കുന്നവരാണല്ലോ നമ്മുടെ മാധ്യമങ്ങൾ. അതുകൊണ്ട് നമ്മൾ നിശ്ചലമാകാതെ മുന്നോട്ട് പോകുന്നത് കേരളം ഒരു വെറൈറ്റിയാണ്. ആഗോള ഭീമന്മാരല്ല ആര് വിചാരിച്ചാലും കേരളത്തെ അങ്ങനെ പെട്ടെന്നൊന്നും പിടിച്ചു കുലുക്കാൻ പറ്റില്ല. കൊറോണ വിചാരിച്ചിട്ട് നടന്നില്ല,
പിന്നെ അല്ലേ മൈക്രോസോഫ്റ്റ്.